വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ തയ്യാറാകാതിരുന്ന വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. അതിനിടെ പുൽപ്പള്ളി സംഘർഷത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് CPI സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, സർവകക്ഷി യോഗം കഴിഞ്ഞോ? എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ UDFന്റെ ബഹിഷ്കരണത്തിനിടയിലും? ചില തീരുമാനങ്ങൾ വന്നതായി CPM ജില്ലാ സെക്രട്ടറി നേരത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ CPMന്റെ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, 2 പുതിയ RRTകളെ ഇവിടെ അനുവദിക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നിലവിൽ വരും. ഒപ്പം ഒരു നോഡൽ ഓഫീസറെ, ഒരു CCF റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ വയനാടിന്റെ സ്ഥിരം ചുമതലയ്ക്കായി നിയമിക്കും. 13 കോടി രൂപ ട്രഷറി നിയന്ത്രണമില്ലാതെ വേഗത്തിൽ തന്നെ ഇവിടെ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ള തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വന്യജീവികൾ ഇറങ്ങിയാൽ അത് പൊതുജനങ്ങളെ അറിയിക്കാനും പൊതുജനങ്ങൾക്ക് വിവരം അറിയിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനം ഇവിടെ രൂപം നൽകുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും നേരത്തെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ യോഗവും സർവകക്ഷി യോഗത്തിന് ശേഷം വിളിച്ചിരുന്നു. ആ യോഗവും UDF ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിന് എത്തിയിരുന്നു. അവരും അല്പസമയം മുമ്പ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. അവരും ഉന്നയിക്കുന്നത് നേരത്തെ UDF MLA മാർ ഉന്നയിച്ച അതേ വാദം തന്നെയാണ്. അതായത് മന്ത്രി AK ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ഒരു തരത്തിലും താല്പര്യമില്ല എന്നുള്ള തരത്തിൽ നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇവിടെ നേരിട്ട് എത്തണം. ഈ നേരത്തെ ഈ മരിച്ച ആളുകളുടെ ഒന്നും വീട്ടിൽ പോകാത്ത മന്ത്രി, ഇവിടെ ഒരു ഇടപെടൽ നടത്താത്ത മന്ത്രി എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി അത്തരത്തിൽ നിലപാടെടുത്ത് ബഹിഷ്കരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും യോഗം തുടരുകയാണ്. ഇതിനുശേഷം മന്ത്രിമാർ വിശദമായി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന നടപടികൾ? ശരി സുർജിത്ത്, എന്തായാലും സർവകക്ഷി യോഗം വയനാട്ടിൽ തുടരുകയാണ്. യോഗത്തിന് ശേഷം മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. കോൺഗ്രസ് UDF യോഗം ബഹിഷ്കരിച്ചെങ്കിലും ചില തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. CPI ഈ കേസുകൾ, പുൽപ്പള്ളിയിലെ കേസുകൾ പിൻവലിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നതിന് കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി.